അപ്പം ജനറൽ വൈറോളജി കഴിയുമ്പം നമ്മൾ ഓരോ വൈറസായിട്ട് ടോപ്പിക്ക് അടുത്തടുത്തായിട്ട് നോക്കും. ആദ്യം നമ്മളെപ്പോഴും DNA വൈറസിലായിരിക്കും തുടങ്ങുന്നത്. അപ്പം DNA വൈറസസും ഉണ്ട്, RNA വൈറസും ഉണ്ട്. അപ്പോൾ DNA വൈറസിൽ ആദ്യം തുടങ്ങുന്നത് ഹെർപ്പസ് വൈറസസ് എന്നായിരിക്കും. ഈ ഹെർപ്പസ് വൈറസ് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം DNA വൈറസസ് ഏതൊക്കെയെന്ന് പറയുമ്പം അതിൽ ഹെർപ്പസ് വരും, പിന്നെ പാർവോ വൈറസ് വരും, പാപ്പിലോമ വൈറസസ് വരും, പോക്സ് വൈറസ് വരും, അഡിനോ വൈറസ് വരും, പിന്നെ ബാക്ടീരിയോഫേജസ് വരും. ഇതിൽ ഹെർപ്പസ് വൈറസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഫാമിലിയാണ്. അതിൻ്റെ അകത്താണ് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്, പിന്നെ വാരിസില്ല സോസ്റ്റർ വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ് ഒക്കെ വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം വൈറോളജിയിൽ ആദ്യം നോക്കുന്ന ഹെർപ്പസ് വൈറസാണ്. അപ്പം ഹെർപ്പസ് വൈറസ് പറയും, നമ്മൾ ഏതൊരു വൈറസ് പഠിക്കുമ്പോഴും ആദ്യം അതിൻ്റെ മോർഫോളജി ആയിരിക്കും തുടങ്ങുന്നത്. മോർഫോളജി പഠിക്കും, പിന്നെ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയും, പിന്നെ പാത്തോജനസിസ് എങ്ങനെ അത് ഡിസീസ് കോസ് ചെയ്യും, പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പറയും, ലാബ് ഡയഗ്നോസിസ് പറയും, പ്രിവെൻഷൻ പറയും, ട്രീറ്റ്മെൻറ്റ് പറയും. ഈ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റിൽ വാക്സിൻ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ വാക്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യം ഹെർപ്പസ് വൈറസ് എന്നാണ് തുടങ്ങുന്നത്. അപ്പം ഹെർപ്പസ് വൈറസിൻ്റെ മോർഫോളജി വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്പെറിക്കൽ വൈറസാണ് അല്ലേ. അപ്പോൾ സ്പെറിക്കൽ വൈറസാണ്. ആൻഡ് എന്താണ് ഇതിൻ്റെ സിമെട്രി വന്നിട്ട് ഐക്കോസഹെഡ്രൽ സിമെട്രിയാണ്. ക്യൂബിക്കൽ സിമെട്രീനെയാണ് നമ്മൾ ഐക്കോസഹെഡ്രൽ സിമെട്രി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് DNA കാണാം അല്ലേ, ലീനിയർ ഡബിൾ സ്ട്രാൻഡഡ് DNA നമുക്ക് കാണാം. അപ്പോൾ സ്പെറിക്കൽ ആണെന്ന് പറഞ്ഞു, ഐക്കോസഹെഡ്രൽ സിമെട്രി ആണെന്ന് പറഞ്ഞു. ജനറ്റിക് മെറ്റീരിയൽ വന്നിട്ട് ലീനിയർ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. എല്ലാ വൈറസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയും ജനറ്റിക് മെറ്റീരിയലിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ആര് നമ്മുടെ ചുറ്റും ഉണ്ട്, ആരുണ്ട്, ക്യാപ്സിഡ് ഉണ്ട്, ഐക്കോസഹെഡ്രൽ ക്യാപ്സിഡ് ഉണ്ട്. ക്യാപ്സിഡാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിന് ഒരു പ്രൊട്ടക്ഷനായിട്ടിരിക്കുന്നത്. ഈ ക്യാപ്സിഡിനെയും ജനറ്റിക് മെറ്റീരിയലിനെയും ഒരുമിച്ച് നമ്മൾ എന്താ പറയും, ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയും. അപ്പം സ്പെറിക്കൽ ഇൻ ഷേപ്പ്, ഐക്കോസഹെഡ്രൽ സിമെട്രി, ലീനിയർ DNA സറൗണ്ടഡ് ബൈ ക്യാപ്സിഡ് വിത്ത് ക്യാപ്സോമിയസ്. ക്യാപ്സോമിയസ് എന്ന് പറയുന്നത് എന്താണ്, പെപ്റ്റൈഡ്സ് അല്ലേ. ഈ കുഞ്ഞു കുഞ്ഞ് ക്യാപ്സോമിയസ് ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ക്യാപ്സിഡ് ഉണ്ടാകുന്നത്. ഇതാണ് ക്യാപ്സോമിയസ്. ഇങ്ങനെ ക്യാപ്സോമിയസ് ഇരിക്കും. ഈ ക്യാപ്സോമിയസ് ചേർന്നാണ് നമ്മളിതിന് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അടുത്ത് എൻവലപ്പിനെ കുറിച്ച് പറയാം. ഇവിടെ എൻവലപ്പുണ്ട്. എല്ലാ വൈറസിനും എൻവലപ്പ് ഉണ്ടെന്നില്ല, പക്ഷേ ഹെർപ്പസിന് ഇവിടെ എൻവലപ്പ് ഉണ്ട്. എൻവലപ്പ് എന്ന് പറയുമ്പം ലിപ്പോപ്രോട്ടീനാണ്. ലിപ്പിഡ് ഇങ്ങനെ കണ്ട ഔട്ടറായിട്ട് ലിപ്പിഡ് ഉണ്ട്. ഈ ലിപ്പിഡ് എൻവലപ്പിലാണ് ആര് ഇരിക്കുന്നത്, ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ഇരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഈ ലിപ്പിഡ് എൻവലപ്പിലാണ് ലിപ്പിഡ് എൻവലപ്പിലാണ് എന്തിരിക്കുന്നത്, ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ എൻവലപ്പ് എന്ന് പറയുന്നത്. ലിപ്പോപ്രോട്ടീൻ എന്നാണല്ലോ, ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ഉണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ക്യാപ്സിഡ് അല്ലേ. ഈ ക്യാപ്സിഡിൻ്റെയും ഈ എൻവലപ്പിൻ്റെയും ഇടയിൽ അമോർഫസ് ആയിട്ട് കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെ നമ്മൾ ടെഗുമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത്രയും മോർഫോളജി ഉള്ളൂ. മോർഫോളജി പറയുമ്പം സ്പെറിക്കലാണെന്ന് പറഞ്ഞു, ഐക്കോസഹെഡ്രൽ സിമെട്രി ആണെന്ന് പറഞ്ഞു, പിന്നെന്താ ലീനിയർ ഡബിൾ സ്ട്രാൻഡഡ് DNA കുറിച്ച് നമ്മൾ പറഞ്ഞു, എൻവലപ്പ് ലിപ്പിഡ്, പിന്നെ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ഉണ്ട്, പിന്നെ അമോർഫസ് ആയിട്ട് ടെഗുമെൻറ്റ്. ഇത്രയാകുമ്പോഴേക്കും ഹെർപ്പസിൻ്റെ എന്ത് കഴിഞ്ഞു, മോർഫോളജി കഴിഞ്ഞു. ഇത് ഹെർപ്പസിൻ്റെ ജനറൽ മോർഫോളജിയാണ്.